നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും ചാനലും ഷെയർ ചെയ്യുക. ഒരു യൂണിറ്റ് ടെസ്റ്റിന് തോറ്റുപോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വർഷം മുഴുവൻ തോറ്റുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? ഒരു ഫോൺ കോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, അയ്യോ എന്നെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യും, അല്ലെ എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള കാര്യങ്ങൾ വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഈ ഇതുകൂട്ട് നെഗറ്റീവ് തിങ്കിങ് സൈക്കിളിൽ നമ്മൾ ഒരുപാട് പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ ടെക്നിക്കലി കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് പോലുള്ള കാര്യങ്ങൾ സംഭവിച്ച് നമ്മൾക്ക് നെഗറ്റീവ് ഫീലിങ്സ് കൂടി നമ്മൾ ഒരു സ്വയം ഡാമേജ് ചെയ്യുന്ന അവസ്ഥയിലെത്തിയിട്ട് ലോങ് ടൈമിൽ അതൊരു ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒക്കെ ആയിട്ട് കലാശിച്ചേക്കാം. സ്പഷ്ടമായിട്ടുള്ള 10 കാര്യങ്ങൾ പറയാം നിങ്ങൾ അറിയാതെ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി മുതലായ വേസ്റ്റ് കാര്യങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഡിപ്രഷനോ ആങ്സൈറ്റി ഉണ്ടെന്നോ നിങ്ങൾക്ക് അസുഖമുണ്ടെന്നോ അങ്ങനെയൊന്നും വരുത്താൻ വേണ്ടിയുള്ളൊരു വീഡിയോ അല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. ഇനി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നു. അതൊരു ഡോക്ടറെ തന്നെ പോയി കാണണം. അതിൽ നാണക്കേടോ അപകർഷതാബോധമോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ശരീരത്തിൻ്റെ അസുഖം വരുന്ന പോലെ തന്നെയുള്ളൂ മനസ്സിന് ഹെൽപ്പ് എടുക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ഡിസ്റിഗാർഡ് ചെയ്യുക. നമ്മളൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാനിത് അർഹിക്കുന്നതല്ല, എനിക്ക് പ്രൊമോഷൻ എനിക്കത്ര അർഹിക്കുന്ന ആളല്ല, ഞാൻ വേറൊരാൾക്കാണ് വേണ്ടിയിരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കല്ല വേറൊരാൾക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് ചേരുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ആത്മാഭിമാനത്തെ അത് അധികം ബാധിക്കും. അത് നമ്മുടെ ഡിപ്രഷനിലേക്ക് എത്തിക്കും. രണ്ടാമത്തെ കാര്യം, മഹാദുരന്തമായിട്ട് എല്ലാത്തിനെയും കാണുക. ഒരു എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, എൻ്റെ ക്ലാസ് ഞാൻ ഇതോടെ തോറ്റുപോയി, ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലോ റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഇതോടെ തീർന്നു എന്ന് ചിന്തിച്ചു കൂട്ടുക. ഈ ഒരു കാര്യത്തിൻ്റെ കോൺസിക്വൻസ് പല മടങ്ങായിട്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് അല്ല. അത് നമ്മൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോനെ ഫോക്കസ് ചെയ്ത് അമിതമായി നമ്മളതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണുന്നത് നമ്മുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും കൂട്ടാൻ അത് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെയാണ് ഫിൽറ്ററിങ് അഥവാ അരിച്ചു നോക്കുക. നമുക്കൊരു സിംഗിങ് കോമ്പറ്റീഷനിൽ ഒരു ഫസ്റ്റ് കിട്ടി, അത് പക്ഷേ ഒരു 3-4 പ്രാവശ്യം സെക്കൻഡ് കിട്ടിയിട്ട് ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന 10ാമത്തെ അറ്റംപ്റ്റിലാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ആയത് ഒരു വലിയൊരു കാര്യമല്ല, ഞാൻ 10 പ്രാവശ്യം തോറ്റിട്ടല്ലേ ഒരു പ്രാവശ്യം ഫസ്റ്റ് ആയത് എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഫെയിലിയറിനായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഈ ബ്രൈറ്റർ സൈഡ് നമ്മൾ കാണാതെ പോകുന്നു. ഇവഞ്ച്വലി ആ അക്കുമുലേഷൻ്റെ ഒരു വിലയില്ലാതായി നമ്മൾ കോൺസ്റ്റന്റ് സൈക്കിൾ ഓഫ് നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നാലാമത്തെ, മൈൻഡ് റീഡിങ്. നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യും ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന്. അവർ നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടാണോ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന അന്നേരം. ഈ ഫീലിംഗ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യുന്നുള്ള ഈ ഫീലിംഗ് വരുന്നത് നമ്മളെപ്പോഴും സെൽഫ് കോൺഷ്യസ് ആകാനേ ഉപകരിക്കുള്ളൂ. സെൽഫ് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി കൂടും. ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നമുക്ക് അടുത്ത് ചെയ്യണമെന്നോ കാൽക്കുലേറ്റ് റിസ്ക് എടുക്കാനോ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ ഒന്നും തോന്നി വരില്ല. അഞ്ചാമത്തെ കാര്യം, പെരുപ്പിച്ച് കാണുക. ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത് അവിടെ തീരണം. ഒരു ഇൻ്റർവ്യൂവിന് പൊട്ടിപ്പോയെങ്കിലോ ഒരു ഓഡിഷന് പൊട്ടിപ്പോയെങ്കിലോ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും ഒരു പരീക്ഷയാണല്ലോ, അത് പോയെങ്കിൽ അത് പോയി, അത് അവിടെ തീരണം. അത് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് മാത്രം കൂട്ടുക. ഈ നെഗറ്റിവിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റേക്സിനെ കൂടുതൽ മാഗ്നിഫൈ ചെയ്ത് കാണാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത് ആങ്സൈറ്റിയും ഡിപ്രഷനെ തോത് വളരെയധികം കൂട്ടും. ആറാമത്തെ, സ്വയം കുറ്റപ്പെടുത്തുക. എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീം ആക്ടിവിറ്റിയിൽ നമ്മൾ തോറ്റുപോയെങ്കിൽ, ഒരു ടീമിൽ കളികളിലായാലും ശരി, എന്നാലും നമ്മൾ തോറ്റുപോയെങ്കിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ? എപ്പോഴും ഒരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിലുള്ള കൺട്രോൾ ആയിരിക്കില്ല, എന്നാലും നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തി നമ്മൾ സെൽഫ് ബ്ലെയിമിങ്ങിലാണ് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തെയാണ് നമ്മളത് ഹർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ നെഗറ്റീവ് സൈക്കിൾ ഓഫ് തിങ്കിങ്ങിലാണ് പെട്ടുപോവുക. ഏഴാമത്തെ കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. ഒരു കാര്യം പെർഫെക്റ്റ് അല്ലെങ്കിൽ അത് നല്ലതല്ല. ഈ ഒരു ചിന്താഗതിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മളിത് ബാബി സാബിയുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൻ്റെ 2 സൈഡ് മാത്രമേ കാണുകയുള്ളൂ. അതായത് ഒരിക്കലും ഒരു ഗോളിൽ റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരികയാണ് അവിടെ സംഭവിക്കുന്നത്. അതൊരു ഡിഫീറ്റ് ആറ്റിറ്റ്യൂഡേ നമുക്ക് ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ ആ ചെയ്യാൻ പോകുന്ന ഗോളിൽ എത്തുന്നതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയുള്ളൂ. എട്ടാമത്തെ കാര്യം, പ്രവചനം. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ആദ്യം പ്രവചിക്കും, ഇത് വലിയ കാര്യമാണോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമ്മളത് ഉപേക്ഷിക്കും, ചിലപ്പോൾ തുടങ്ങുക തന്നെ ചെയ്യില്ല. ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. നമ്മൾ തുടങ്ങാത്തതിന് ജസ്റ്റിഫൈ ചെയ്യും. നമ്മൾ തോറ്റു പോയെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ്, റിജക്റ്റ് ആയെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷനെ കുറയ്ക്കും, ഇൻസ്പിറേഷനെ കുറയ്ക്കും, ആങ്സൈറ്റിയെയും ഡിപ്രഷനെയും അത് കൂട്ടാനുള്ള ചാൻസ് വളരെയധികം കൂട്ടിവെക്കുക തന്നെ ചെയ്യും.
9ാമത്തെ കാര്യം നിസ്സാരമാക്കി കാണുക, മിനിമൈസ് ചെയ്ത് കാണുക. നമ്മൾ ഏതൊരു കാര്യം കണ്ടാലും അതിന് പ്രാധാന്യം കുറച്ച് കണ്ടുകൊണ്ടേയിരിക്കും. ഒരു അക്കോംപ്ലിഷൻ ഉണ്ടായിരിക്കും. ക്ലാസ്സിൽ ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റായി, എല്ലാവരും ഫസ്റ്റ് ആകുന്നതല്ലേ, ഞാൻ ഫസ്റ്റായി, ഞാൻ ഡാൻസിൽ ഫസ്റ്റായി, ഡാൻസിൽ അത് വലിയ കാര്യമൊന്നുമല്ല, വലിയ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്ത് കാണുന്നത് സെൽഫ് എസ്റ്റീമിനെ വീണ്ടും അത് കുറയ്ക്കുന്നു, ഡിപ്രഷൻ കൂട്ടാനുള്ള ചാൻസ് കൂട്ടുന്നു. 10ാമത്തെ കാര്യം ഒരുപാടായിട്ടുള്ള സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ, ഓവർ ജനറലൈസേഷൻ. ഒരുപാട് പൊതുവൽക്കരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ നടന്നില്ലെങ്കിൽ അത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. ഓഫീസിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാതിരുന്നെങ്കിലോ, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് സെൻട്രൽ ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, നമ്മൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ ടാലൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്വയം ജനറലൈസ് ചെയ്ത് സ്വയം പിൻവലിഞ്ഞ് പോവുക. അങ്ങനെ നമ്മൾ സ്വയം സമ്മറൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയറിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ സമയം കാണുള്ളൂ. അത് നമ്മുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യും, ആങ്സൈറ്റി ഡിപ്രഷൻ കൂട്ടുകയും ചെയ്യും. ഇതിൽ ഈ മോളിൽ പറഞ്ഞ 10 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. അങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് വൈറസ് ഫ്രീ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം until we meet next time with another video, stay happy, keep smiling, bye bye.